നല്ല ദൈവരാജ്യത്തിന് അനപേക്ഷിതമായിട്ട് ഞെരുക്കങ്ങളുടെ കാലത്ത് പ്രത്യേകിച്ച് നല്ല ഫലങ്ങൾ, നല്ല വൃക്ഷങ്ങൾ, നല്ല ഫലത്തെ കായ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അതിന് ബലപ്രയോഗം വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ബലപ്രയോഗം വേണ്ടി വരും. ബലം പ്രയോഗിക്കുന്നവന് മാത്രമേ നല്ല ഫലങ്ങളെ പ്രയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. എന്താ കാര്യം? കാശ് നഷ്ടമാണ് അദ്ദേഹത്തിന്, അതേസമയം തന്നെ തോറ്റു കൊടുക്കേണ്ടി വന്നു. 2 നഷ്ടം വന്നിരിക്കുന്നത്. പക്ഷേ ദൈവദൃശ്യന് അദ്ദേഹം എന്താ സംഭവിക്കുന്നത്? അവൻ ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും ജനിക്കുകയാണ്. ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും, അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:3 യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഏതെങ്കിലും വെള്ളത്തിൽ പോയിക്കൊണ്ട് മുക്കിപ്പിടിച്ച് പൊക്കിയെടുക്കണ്ടേ? ചില ആൾക്കാർ നല്ല കത്തോലിക്കലായിരിക്കുമേ, തെറ്റായ പ്രബോധനം പറഞ്ഞു കൊടുത്തിട്ട് ചില ആൾക്കാർ കൊണ്ടുവന്ന് ചില വെള്ളത്തിൽ പിടിച്ച് മുക്കിയെടുത്തും പറയും നീ വീണ്ടും ജനിക്കണമെന്ന് പറയും. അതല്ല വീണ്ടും ജനിക്കുക, അത് പറ്റിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ജനനമാണത്. അത് പ്രവർത്തനത്തിൽ വ്യക്തമാകണം. നല്ല ഫലം, നല്ല വൃക്ഷം, നല്ല ഫലം കായ്ക്കുമ്പോഴാണ്. അത് രാവിലെയും നല്ല ഫലമായിരിക്കണം, വൈകുന്നേരം നല്ല ഫലമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി, ജീവന്റെ വൃക്ഷങ്ങളായി ഞങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞെരുക്കങ്ങളുടെ കാലത്ത് സുവിശേഷത്തോടെ ചേർന്ന് ജീവിക്കുവാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനായി അമ്മേ പരിശുദ്ധ അമ്മേ ഉടമ്പടി ജീവിതം ധന്യമാക്കുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ഞെരുക്കങ്ങളുടെ കാലത്ത് ആത്മാവിൻ്റെ നിറവിൽ നല്ല ഫലങ്ങൾ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി നമ്മൾ രൂപാന്തരപ്പെട്ടാലേ പെട്ടെന്ന് ഈ ഉടമ്പടിയിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഉടമ്പടി എന്താ പറഞ്ഞത്, ഉടനടി പരിഹാരം എന്നല്ല പറഞ്ഞത്, ഉടമ്പടി പരിഹാരം. അത് ഈ പുതുമനയുടെ സാക്ഷ്യം കേൾക്കൊക്കെ മനസ്സിലാകും നമുക്ക്. കാര്യം പുതുമന പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ 3ആയിട്ട് തിരിക്കാമെന്ന് പറയണത്. ഒരു ലൈഫ്, 72 വയസ്സുണ്ട് അദ്ദേഹത്തിന്, 72 വയസ്സുണ്ട്. 72 വയസ്സിനെ അദ്ദേഹം 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് ഒരു സാധാരണ നാട്ടു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്ന കാലം. ദൈവത്തെ അറിയാം, പക്ഷേ ജീവിതം വേറെ രീതിയിലാണ്. ബാറിൻ്റെ ഉടമയല്ലേ, അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കൂടുതൽ ആൾക്കാരെ കുടിപ്പിക്കണം, കുറേ ആൾക്കാരെ കൂടുതൽ കളയണം, കുറേ അമ്മമാരെ വിധവകളാക്കണം. അതൊക്കെയല്ല ബാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കുറേ അമ്മമാരെ വിധവകളാക്കണം, കുറേ കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിപിഴച്ചിട്ട് അവർ വഴിപിഴച്ച് പോകണം. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ക്രിസ്ത്യാനി ആണെങ്കിലും കൈയിരിപ്പ് കാരണം ദുഷ്ടനെ പറഞ്ഞു ചെയ്യണ പോലെ ഒത്തിരിയേറെ കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. അതൊരു ജീവിതമാണ്. പക്ഷേ 35-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടുന്നതോടുകൂടി ഈശോനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കും. സ്വന്തമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈശോയ്ക്ക് നിരക്കാത്തതെല്ലാം ഇദ്ദേഹം വെറുത്തുപേക്ഷിക്കും. അങ്ങനെ കാവേരി ബാറൊക്കെ അടച്ചു പൂട്ടണത് അന്നത്തെ കാലത്ത് കാഞ്ഞങ്ങാടിലെ വലിയൊരു വിഷയമായിരുന്നു ഇത്. ആയിരങ്ങൾ കുടിക്കണ ബാറാണ് ഈ മനുഷ്യനൊരു സുപ്രഭാതം അടച്ചു കളയും. ആ ബിസിനസ് മൊത്തമായിട്ട് ഉപേക്ഷിക്കും. അപ്പം അനുതാപം ശരിക്കും അങ്ങനെ തലക്ക് പിടിച്ച് ദൈവത്തിനെ ബോധ്യപ്പെടുത്തി എടുക്കുകയാണ്. ഞാൻ അനുതാപത്തിലാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി. പിന്നത്തെ ഒരു 35 വർഷക്കാലമുണ്ട്, ഉടമ്പടി എടുക്കുന്നവരെയുള്ള 35 വർഷക്കാലമുണ്ട്, 70-ാമത്തെ വയസ്സ് വരെ. അപ്പം അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിച്ചു, സുവിശേഷ വേലകൾ ചെയ്തു. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി സുവിശേഷ വേല സാക്ഷ്യം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാ ധ്യാനങ്ങളിലും ഒരു ഐറ്റം ഈ പുതുമനയുടെ സാക്ഷ്യമായിരുന്നു അന്നത്തെ കാലത്ത്, 90കളിൽ.
അത് നിന്ന് ഫലിക്കുകയും ചെയ്യും, അഭിഷേകം നിറയുകയും ചെയ്യുന്ന ഒരു കാലം വരുന്നു. പക്ഷെ അങ്ങനെ അപ്പോൾ യേശു ഏകരക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ 70 വയസ്സ് കാണുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരണുണ്ട്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് വിട്ടു പോരേണ്ടി വന്നു. കാസർഗോഡ് നിന്ന് അവിടെ നിന്നിട്ട് കാര്യമില്ല, വയസ്സായി, കാർഷിക പണിയൊന്നും നടക്കത്തില്ല, ഇനി കൃഷി ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു, കർഷകനുമായിരുന്നു, കൃഷി ചെയ്യിക്കുകയും ചെയ്യുമായിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുള്ള കോടീശ്വരനായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ എന്നാ പറ്റിയെന്നാൽ പുള്ളിയുടെ വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ വരെ പഠിച്ച് വേറെ രാജ്യങ്ങളിലൊക്കെ പോയി, ഈ സ്ഥലം അവിടെ കിടന്നുപോയി. സ്ഥലം വിൽക്കാൻ മാർഗമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അന്തസ്സിനെ പറ്റിയൊരു വീട് കിട്ടണമില്ല. ഇപ്പം ഭൗതികമായിട്ട് ഈ മനുഷ്യൻ ആത്മീയമായിട്ട് ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ആവശ്യങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരുവക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ മൂന്നാമത്തെ ജീവിതം തുടങ്ങുന്നത്. എന്താണ്? ഉടമ്പടി ജീവിതം. അതാണ് പക്ഷേ അതാ ഞാൻ പറഞ്ഞ വ്യാഖ്യാനമല്ല അത്, അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. എൻ്റെ ജീവിതത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ക്രിസ്തുവിനെ അറിയാഞ്ഞ കാലം, രണ്ടാമത് ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച കാലം, മൂന്നാമത്തത് ഉടമ്പടി ജീവിതകാലം എന്ന് പറഞ്ഞു. ഉടമ്പടി ജീവിതകാലത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി ഒപ്പുവെച്ചെന്നാണ് പറയണത്. ആ വാക്കൊക്കെ എല്ലാം ഭയങ്കര കറക്റ്റായിട്ടാണ് പറയണത്. ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെച്ചു. അപ്പം ഈ മനുഷ്യന്മാർ ഉടമ്പടിനെയൊക്കെ കാണുന്നത് ആ ഉടമ്പടി പോലെ തന്നെ കാണുന്നത്. അല്ല, നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഈ ഔസപിതാവിൻ്റെ അല്ലെങ്കിൽ യൂദാസിൻ്റെയും ഒക്കെ പെട്ടി കൊണ്ടുവന്ന് ഓരോ കാര്യം എഴുതിയിടുന്ന പോലെയുള്ള ലാഘവത്തിലാണ് ആൾക്കാർ കാണുന്നത്. അത്രയും ഇടലകളും വരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ഇവിടെ. അതുകൊണ്ടാണ് നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് ഇൻഡക്ഷൻ എഴുതിയിടുന്നത്. ഒരു വിവരവും ഇല്ലാത്തവനായിരിക്കുമല്ല ഈ നേർച്ചപ്പെട്ടത് കൊണ്ടുവന്ന് നിയോഗം എഴുതിയിടുന്നത്. ഇപ്പം ഞങ്ങളടുത്ത് കത്തിച്ച് കളയും. കാര്യം അവരെ നമുക്ക് അഫോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെന്താണ് ഉടമ്പടി ഇവിടെ വരുമ്പോൾ എന്തോ എഴുതിയിടുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെ പുട്ടുകുത്തി തന്നെ പോലെ തരുമെന്നാണ് വിചാരിക്കണം. അതൊക്കെ വിഡ്ഢിത്തരം വിചാരിച്ച് വന്നൊരു കാര്യമില്ല. ഇപ്പോൾ ധ്യാനം കേട്ടപ്പോഴൊക്കെ മനസ്സിലായില്ലേ സംഗതി ഒറ്റടക്ക് പോകത്തില്ലെന്ന്. കാര്യം മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കിയ ഒരാൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ സംഗതി സ്പീഡാണ്. അപ്പോൾ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഈശോയിലാണ് ജീവിക്കണത്, അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതം പുനഃസമർപ്പണം ചെയ്യുന്നു എന്ന് പറയും. അപ്പം അമ്മയെ കൂടി അദ്ദേഹം പറയും, എനിക്ക് ഞാൻ എൻ്റെ ക്രിസ്തു ജീവിതത്തിൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തില്ലായിരുന്നെന്ന് പറയും. കരിസ്മാറ്റിക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണത്. കേരളത്തിൽ മൊത്തം പറ്റിയിട്ടുണ്ടത്. കാര്യം അവരിത് ഈ നവീകരണ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാക്കിയെടുക്കും. ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോഴും നോക്കണം, ഒരു കാന നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് ഓർത്തേക്കണം. ക്രിസ്തുവും മാതാവും കൂടിയുള്ള ഒരു കുടുംബജീവിതം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർക്കണം. അങ്ങനെയാണ് ബൈബിൾ തുടങ്ങണത്. മകനെ അവർക്കില്ല എന്ന് പറയാനൊരാളുണ്ട്, അയാൾ അവഗണിച്ചുകൊണ്ട് നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിച്ചാൽ അതൊരു ജീവിതവുമല്ല. ഔസേപ്പത്തിന് വചനം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഈ മനുഷ്യൻ വന്ന് മാതാവിനോട് പറയാം, അമ്മേ ഞാൻ വയസ്സായി, എൻ്റെ സ്ഥലം കാസർഗോഡ് 100-200 കിലോമീറ്റർ അകലെ കിടക്കുകയാണ്, അവിടെ പോയി നോക്കാനും തിരക്കാൻ എനിക്ക് ആരുമില്ല, ആ സ്ഥലമൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്ന ആൾക്കാർ എൻക്രോച്ച് ചെയ്യുകയാണ്, അവിടെ ഇവിടെയൊക്കെ വഴികൾ കെട്ടി അടച്ചോട്ട് അവിടെ സ്വന്തം ഇടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, എനിക്കത് കിട്ടിയില്ല, എൻ്റെ കടം തീരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന് ഉടമ്പടി വെച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയി ആ സ്ഥലത്ത് ഇപ്പോൾ 35 വർഷം ആയിരിക്കാൻ നോക്കണം. 35 വർഷം വിശ്വപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് കൊണ്ട് അവിടെ ഇടും. പിറ്റേ ആഴ്ച ആ സ്ഥലം വിറ്റുപോകും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയണത്. അപ്പോഴദ്ദേഹത്തിന് പറയാം, മാതാവ് എന്താണെന്ന് മനസ്സിലായി. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ഒരു ജീവിതമുണ്ട്, അമ്മ കൂടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൻ്റെ ഭൗതിക നിലവാരങ്ങൾ മാറുന്നുണ്ടല്ലേ, അതാ വിഷയം. അപ്പം അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ വന്നത് കുറേ പ്രമാണം കാണാനില്ല. പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ പ്രമാണം കാണാനില്ല. അത് 10-40 വർഷമായി ആ പ്രമാണം കാണാനില്ല. എന്നിട്ട് എവിടെയാണെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയ പ്രമാണം തിരിച്ചു കിട്ടും. അതുപോലെ തന്നെയാണ് എറണാകുളത്ത് വീട്, അന്ന് വരെ കാണാതിരുന്ന വീട് 2 കോടി രൂപ ലാഭത്തിന് ഒരു ഇയാൾക്ക് വീട് കൊടുക്കുക. എറണാകുളത്തിൽ 5 നിലയുള്ള വീട്
അപ്പം അദ്ദേഹം ആ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ആളാണ്, ആ സ്റ്റാൻഡേർഡ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആ പ്രതാപത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞത് കാരണം ഇതെല്ലാം കൊടുക്കുകയാണ്. ആ കാസർഗോഡും കുറേ സ്ഥലങ്ങൾ കൊടുത്തു, 25 സെൻറ്റ് വെച്ച് 10-40 പേർക്ക് കൊടുത്തു, അദ്ദേഹം കൊടുത്ത് ജീവിക്കുകയാണ് ശരിക്കും. പക്ഷേ എങ്ങനെ നോക്കുമ്പോഴേ ഈ ലൈഫ് ആസ്വദിച്ച് നോക്കുമ്പോൾ 35-70 കൊല്ലം ഇല്ലാതിരുന്ന മാറ്റങ്ങളാണ് ഉടമ്പടിയിൽ ഒറ്റടിക്കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേരത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞു വെച്ചത് കാരണം ഉടമ്പടി അദ്ദേഹത്തിന് എളുപ്പമായി. ഉടമ്പടി ഒരു പോരായ്മ കൂടി മാത്രമേ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉടമ്പടിയിൽ കൂടെ പരിശുദ്ധാമ്മ കൂടി കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ വിഷയം മാറി. എന്താണ് ലൈഫ് 35-40 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ സമ്മഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി വിത്തിൻ നോ ടൈം അത് സെറ്റ് ചെയ്യുകയാണ്. അതാണ് ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയുന്നത്. അപ്പം അത് അനുഭവിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും ഞാൻ പറയാം, ഞാൻ 1000 പേർക്കൊക്കെ ഷെയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം വചനങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും ശ്രദ്ധിക്കുകയും സുവിശേഷ പേരാണ്. ആന്ധ്രയിലോ ഒറീസയിലൊക്കെ വലിയ സുവിശേഷ സ്ഥലങ്ങളുണ്ട്, അഗതികളുടെ സ്ഥലങ്ങളും മിഷൻ പ്രവർത്തനങ്ങളൊക്കെ. ഓരോരോ കാലത്ത് ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും, കർത്താവിനെ ചെയ്യിക്കും, പുതിയ പ്രവർത്തനങ്ങൾ. ഓരോരുത്തരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഈശോയെക്കുറിച്ചോട് പറയും, പാവപ്പെട്ടവരെ സഹായിക്കും. അപ്പോൾ അതൊക്കെ എന്തൊരു ലൈഫാണ്. ജീവിതം ആകപ്പാടെ മാറുകയും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറുകയും ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ ക്രൈസ്തവനാകാൻ ഉടമ്പടി ജീവിത രീതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ക്രിസ്തുസാക്ഷ്യത്തിന് എന്നെ പരുവപ്പെടുത്തണമേ. ശ്രുതികടെ ഹല്ലേലൂയ. തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജോസഫച്ചൻ പറയുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധ അമ്മേ എന്നെ അവിടുത്തെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പേര് ജിജി പൂതക്കരി, ഞാൻ ചിക്കാഗോയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പിള്ളേർ, പിന്നെ എൻ്റെ ഗ്രാൻഡ് ബേബീസ്. ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജാനുവരിയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു കൃപാസനത്തെപ്പറ്റി, എല്ലായിടത്തും മാതാവ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ജിജി പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ വരുന്നതും ഞാൻ 2023 ഉടമ്പടി എടുക്കുന്നതും. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ അത്ഭുതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ പരമ്പരയാണ് എൻ്റെ കുടുംബത്തിൽ നടന്നത്. ആദ്യമായിട്ട് ഒരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ മൂത്ത മോൻ്റെ വൈഫ് ലിൻഡ, പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്നു കഴിഞ്ഞപ്പം AFP പോസിറ്റീവായിട്ട് വന്നു. അപ്പം പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ എന്നോട്, ഞാൻ അമേരിക്കൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എനിക്കറിയാമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ ആദ്യത്തെ ഉടമ്പടിയായിരുന്നു. അത് കഴിഞ്ഞു കൂടാതെ 6 months ആയപ്പോൾ ബാഗ് ബ്രേക്ക് ചെയ്തു. 6 months ബാഗ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേബി ഉണ്ടായാൽ യൂഷ്വലി 48 hours ബേബി ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞു, മാതാവേ 6 മാസത്തിൽ ഈ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യേണ്ട വരും, നിയോനാറ്റൽ നഴ്സറിയിൽ ഇടേണ്ടി വരും, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എൻ്റെ മാതാവ് ഈ കുഞ്ഞിനെ 2 മാസവും കൂടെ എങ്ങനെയെങ്കിലും വയബിൾ ആകുന്നോടം വരെ യൂട്രസിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മാതാവ് 35 വീക്സിൽ വരെ മാതാവ് ഈ കുഞ്ഞിനെ, ഈവൻ ദോ ദർ വാസ് ലീക്കിംഗ്, യൂട്രസ് ഹെൽഡ് ദ ബേബി ആൻഡ് ദ ബേബി വാസ് ബോൺ ഡെലിവേർഡ് ആഫ്റ്റർ 35 weeks ആൻഡ് വി ഗോട്ട് എ നോർമൽ ഹെൽത്തി ബേബി. അതാണ് ഞങ്ങളുടെ ബേബി. അവന് നോർമലായിട്ടുള്ള ഒരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അത് തന്നെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ മോന്
അവന് ബോസ്റ്റണിലാണ് MSW സോഷ്യൽ വർക്കറാണ്. അവന് ഒരു സ്പെഷ്യൽ എക്സാം ഉണ്ടായിരുന്നു, ഒരു അതിൻ്റെ ജോലിയുടെ റിക്വയർമെൻ്റ് ആയിരുന്നു സ്പെഷ്യൽ എക്സാം. അവനതിൻ്റെ 2 പ്രാവശ്യം എഴുതിയിട്ടും അതങ്ങ് പാസ്സാകുന്നില്ല. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ തോറ്റു പോവുക. അത് കഴിഞ്ഞപ്പോൾ ഈ December 3 അല്ല January 3, ദാറ്റ് ഇസ് ടുമോറോ, നാളെ അവന് സർട്ടിഫിക്കറ്റ് അവിടെ ചെന്നില്ലെങ്കിൽ തിരിച്ച് ചെല്ലുമ്പോൾ ജോലി കാണുകയില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മാം ഐ ലുക്സ് ലൈക്ക് ഐ എം നോട്ട് ഗോയിങ്, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ പാസ് ബിക്കോസ് ഐ ഫെയിൽ 2 times, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, കീപ്പ് ഓൺ സ്റ്റഡിയിങ് ആൻഡ് ഡു വൺ തിങ്. എന്നു പറഞ്ഞാൽ ഞാൻ കൃപാസന ഡെയിലി ബ്രെഡിൻ്റെ ഇത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം കൊച്ചിന് ഇവർക്ക് ആർക്കും മലയാളം അറിയാൻ മേല, എഴുതാനും വായിക്കാനും മലയാളം അറിയാൻ മേല. അമേരിക്കൻ ബോൺ പിള്ളേരാണ് ഇവരൊക്കെ. അപ്പം ഞാൻ എന്നിട്ട് മലയാളത്തിലുള്ള എൻ്റേത് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് പറയും, മോനെ ഇത് കേട്ടിട്ട് എന്നുവെച്ച് ബ്ലസ്സഡ് മദറിനോട് പറയണം, വാട്ട് ഓൾ തിങ്സ് യു നീഡ്, എക്സാം പാസ്സാക്കണമെന്ന് ബ്ലസ്സഡ് മദറിനോട് പറഞ്ഞാൽ മതി. മദർ മേരി അണ്ടർസ്റ്റാൻഡ്സ് ഇംഗ്ലീഷ് ഓൾസോ, അതുകൊണ്ട് യു ക്യാൻ പ്രേ ടു ഹെർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാനിത് അയച്ചു കൊടുത്തു. അവനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഈ അമേരിക്കയിൽ നിന്ന് പോരുന്നേ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, അമ്മേ കൊച്ചിനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണം, ഞങ്ങൾ നാട്ടിലേക്ക് വരുവാണ്, അമ്മയെ കൊച്ചിനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണം, അതുകൊണ്ട് അവനെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവൻ എക്സാം എഴുതാനിരുന്നു. അപ്പോൾ എനിക്ക് ജോലിയായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മോൻ്റെ മാതാവിൻ്റെ രൂപവും അതുപോലെ തന്നെ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കൊണ്ടുപോയി കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചേക്കണം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് അതുപോലെ തന്നെ ചെയ്തു. ഇവൻ എക്സാമിനിരുന്നു. അരമണിക്കൂറിനകം ഒരു 45 minutes ആയപ്പോഴത്തേനൂടെ എല്ലാം ഇതായി. കൊച്ചിറങ്ങി വന്നു. അവൻ പറഞ്ഞു, മാം ഐ പാസ്ഡ് എന്നും പറഞ്ഞ് ഇറങ്ങി വന്നു. സോ it is a big miracle and he failed twice and the third time he passed. So when he goes back there, there is he can continue the same job. അങ്ങനെ അവന് പരീക്ഷ പാസ്സായി. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മൂന്നാമത്തെ മോളുടെ കല്യാണം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരുന്നു. അത് പോർച്ചുഗലിലായിരുന്നു നടന്നത്. അപ്പം ഞങ്ങൾ യുണൈറ്റഡിൻ്റെ ഫ്ലൈറ്റിന് പോയി. ന്യൂജേഴ്സിയിൽ നിന്നാണ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോർച്ചുഗലിനുള്ളത്. ഞങ്ങൾ ധൃതി വെച്ച് പോയതാണ്. ഞങ്ങളുടെ ബൈ മിസ്റ്റേക്കിൽ എൻ്റെ ഹസ്ബൻഡ് റോങ് ഹാൻഡ് ക്യാരി എടുത്തുകൊണ്ട് പോയി. ഞങ്ങളുടെ ഹാൻഡ് ക്യാരിക്കകത്തായിരുന്നു മോളുടെ മന്ത്രകോടി, മോൾക്കിടാനുള്ള ഡ്രസ്സുകൾ, എനിക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ള സാരികൾ, ഹസ്ബൻഡിൻ്റെ സൂട്ട്, ഇതെല്ലാം ഇത് ഞങ്ങൾ അറിയാതെ വേറൊരാളുടെ ബാഗ് ഞങ്ങൾ അറിയാതെ എടുത്തുകൊണ്ട് പോയി. അത് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ പോർച്ചുഗലിൽ ചെന്ന് പിന്നെ കഴിഞ്ഞപ്പം ഈ ഞങ്ങളുടെ ബാഗ് എടുത്തുകൊണ്ട് പോയ മനുഷ്യൻ യുണൈറ്റഡിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു റോങ് ബാഗാണ് കിട്ടിയിരിക്കുന്നത്, പെട്ടിയാണ് കിട്ടിയിരിക്കുന്നത്, അത് ആരോ കല്യാണത്തിന് വേണ്ടി പോകുന്നതാണ്, സാരികളായിരിക്കുന്ന മുഴുവനും. അപ്പം പറഞ്ഞു, ഇത് അവർക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കണം വീക്കെൻഡ് എന്ന് പറഞ്ഞു. അവർ പിന്നെ യുണൈറ്റഡുകാർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്കും എന്നിട്ട് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ഞങ്ങളുടെ പെട്ടി മിസ്സായി എന്നുള്ളത് പോലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഓടിച്ചെന്ന് പെട്ടി തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് 2 പാൻസും 2 ഷർട്ടും ഉണ്ട്, വേറെ ഒന്നുമില്ല. എൻ്റെ മോളുടെ കൊടുക്കാനുള്ള കല്യാണത്തിൻ്റെ ഒന്നുമില്ല. സോ അതിൻ്റെ പിറ്റേ ദിവസം കല്യാണമാണ് കൊച്ചിൻ്റെ. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ മെറിറ്റെല്ലാം തീർന്നു. ഇനിയിപ്പം ഞങ്ങൾ യൂറോപ്പിൽ കിടക്കുന്നു, ഞങ്ങളുടെ സാരി ന്യൂജേഴ്സി കിടക്കുന്നു USA. ഞങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ മെറിറ്റ് തീർന്നു. ഇനിയിപ്പോൾ ഇന്നേ ഉള്ളൂ, മാതാവിൻ്റെ ഇനി ഗ്രേസേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ആകെ ഒരു പെങ്കൊച്ചേ ഉള്ളൂ, എനിക്ക് അവളെ എൻ്റെ ഇഷ്ടം പോലെ, എൻ്റെ ആഗ്രഹം പോലെ നന്നായിട്ട് ഒരുക്കി എനിക്കിഷ്ടമുള്ള സാരി ഇവിടുത്തെ തന്നെ കുഞ്ഞിനെ എനിക്ക് ഇറക്കി വിടണം. അമ്മ എൻ്റെ സാരി തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ വാശി പിടിച്ചു അമ്മയോട്. ഞാൻ സങ്കടപ്പെടുകയല്ല ചെയ്ത്, ഞാൻ വാശി പിടിക്കുക. എനിവേ മിറക്കിൾ സംഭവിച്ചു തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും സെയിം റൗട്ടിൽ കൂടെ വരുന്നുണ്ടായിരുന്നു കല്യാണത്തിന് ഇവിടുത്തെ പോർച്ചുഗലിന്.
അപ്പം കുരുത്തവും കൊണ്ട് അവർ വന്ന ഫ്ലൈറ്റ്, യുണൈറ്റഡ് ഫ്ലൈറ്റ് ലേറ്റായിരുന്നു. എങ്കിലും ഈ മാതാവിന് പ്ലെയിൻ ഓടിക്കാൻ അറിയാവുന്ന എനിക്കറിയാൻ മേലായിരുന്നു. ഈ സാധാരണ യുണൈറ്റഡിൻ്റെ ഫ്ലൈറ്റ് ടെർമിനൽ 2-ലാണ് വന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഈ പോർച്ചുഗലിലുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് 12-ന്നും. ഈ പെട്ടി ഈ എൻ്റെ അനിയത്തി വന്ന ഫ്ലൈറ്റ് കൃത്യം കൊണ്ടുവന്ന ഈ പോർച്ചുഗലിൻ്റെ ഫ്ലൈറ്റ് പോരുന്ന അവിടെ തന്നെ കൊണ്ടുപോയി മാതാവ് കൊണ്ടുപോയി ഇറക്കി. അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഇവർ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഞങ്ങളുടെ പെട്ടി കൊണ്ടുപോയവരോട് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ കൊണ്ടുവന്ന് ഈ പെട്ടി കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അവരത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു യുണൈറ്റഡിൻ്റെ എയർലൈൻസുകാർക്ക്. അപ്പോൾ അത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൃത്യം ആ പെട്ടി അവിടെ കൊണ്ടുവന്ന് പ്ലെയിൻ അവിടെ കൊണ്ട് ഇറങ്ങിയത് കൊണ്ട് എന്നെ അനിയത്തി വേഗം ഓടിച്ചെന്ന്, അനിയത്തി ഹസ്ബൻഡും കൂടെ ഓടിച്ചെന്ന് ആ പെട്ടി എടുത്തു. അതുവരെ മറ്റേ പോർച്ചുഗലിൻ്റെ ഫ്ലൈറ്റ് മാതാവ് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ ഓടിച്ചെന്ന് ആ ഫ്ലൈറ്റിൽ ചെന്ന് കയറി അവൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോർച്ചുഗലിൽ വന്നിറങ്ങി. ഞങ്ങൾ പെട്ടി ആദ്യമേ ലൂർദിലെ പോർച്ചുഗലിലെ ഫാത്തിമ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ പെട്ടി കൊടുത്ത് ബ്ലസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ശനിയാഴ്ച കല്യാണം നല്ല മംഗളമായിട്ട് ദൈവം എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ കൊച്ചിനെ നന്നായിട്ട് ഇറക്കി കല്യാണം നന്നായിട്ട് നടത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഇത് 3 മെയിനായിട്ടുള്ള എൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ ചെറിയ ചെറിയ കാര്യം പോലും മാതാവ് എനിക്ക് അനുഗ്രഹം തരുന്നുണ്ട്. ഇത് എല്ലാവരും ഇതിൽ വിശ്വസിക്കണം. ഇപ്പം കൃപാസനത്തിൽ ഞാൻ പറയുന്ന കൃപാസനത്തിൽ ഇപ്പം അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ് നടക്കുന്നത്. എല്ലാവരും ഇവിടെ വന്ന ഈ അനുഗ്രഹ പെരുമഴ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക, എല്ലാവരും ഇത് സ്വീകരിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ അച്ഛന്മാരൊക്കെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അവിടെ വരും. ചിക്കാഗോയിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ അച്ഛന്മാരുടെ കയ്യിൽ അവർക്കൊക്കെ ഞാൻ പൈസ കൊടുത്തു വിടും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ അച്ഛന്മാർക്കും അതുപോലെ അവർ വരുന്നവർക്കൊക്കെ ഞാൻ കൊടുത്തു വിടും. അങ്ങനെ പിന്നെ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഉദാരമായിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാനും ഹസ്ബൻഡും ഇത് ചെയ്തു. പിന്നെ ഇതിൻ്റെ വേറൊരു നേട്ടമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഞാൻ ചിലപ്പം മറന്നുപോയാൽ എൻ്റെ ഹസ്ബൻഡ് പറയും, നമുക്ക് പ്രാർത്ഥന ചൊല്ലിയില്ലല്ലോ എന്ന് പറഞ്ഞ് എത്ര ടയേർഡാണെങ്കിലും പുള്ളിക്കാരന് ഇരുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ വൈകുന്നേരവും പുള്ളിക്കാരനെ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ ഇപ്പോൾ ദൈവത്വത്തിലേക്ക് കൂടുതൽ അടുത്തു. ഞങ്ങൾ കുറച്ചുകൂടെ ദൈവത്വത്തിലേക്ക് അടുത്തു എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് സാക്ഷ്യം പറയുന്നു. താങ്ക് യു വെരി മച്ച്. ആത്മീയമായിട്ട് ഞങ്ങൾ എന്നും പള്ളിയിൽ പോകും. ഞാനും ഹസ്ബൻഡും എന്നും പള്ളിയിൽ പോകും. അതുപോലെ കുമ്പസാരം ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. പിന്നെ ഞാൻ ജോലിയിൽ എൻ്റെ പേഷ്യൻസിന് മരിക്കാറാവുമ്പോൾ അതുങ്ങളുടെ കയ്യെ പിടിച്ച് ഞാൻ അതുങ്ങളോട് പ്രാർത്ഥിക്കും. അതുങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും. എന്നുവെച്ചാൽ ഞാൻ അതുങ്ങൾക്ക് കൊന്ത കൊണ്ടുപോയി കൊടുക്കും. പേഷ്യൻസിന് മരിക്കാറൊക്കെ ആയി കഴിയുമ്പം ഇതുങ്ങൾക്കൊന്നും കൊന്തയൊന്നും അതുങ്ങൾക്ക് ഇല്ലല്ലോ എന്ന്, പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്ന് വരുന്ന പേഷ്യൻസിനൊക്കെ അതും കൂടെയിൽ കൊന്തയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊന്ത കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇതുങ്ങൾ മരിക്കാൻ നേരത്തെ എനിക്കിട്ട് ഇങ്ങനെ നോക്കി അതും അങ്ങനെ ഒത്തിരി പേരെ ദൈവത്തിങ്കിലേക്ക് അവസാന നിമിഷം നല്ല കള്ളനെ പോലെ അവസാനം എനിക്ക് ദൈവത്തിങ്കിലേക്ക് തിരിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നു. ഞാൻ മെഡിക്കൽ ICUവിൽ ഇൻറ്റൻസീവ് കെയറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ ഒത്തിരി പേഷ്യൻസ് മരിച്ചു. പക്ഷേ ആരെയും ഞാൻ വെറുതെ വിട്ടില്ല. എല്ലാവരോടും ഈശോയെയും പരിശുദ്ധ അമ്മേനെയും പരിചയപ്പെടുത്തി അവരെ ദൈവത്വത്തിലേക്ക് മാറ്റിയിട്ടാണ് അവരൊക്കെ മരിച്ചത്. അതിലെനിക്ക് വളരെ കൃതാർത്ഥയാണ് ഞാൻ ആ കാര്യത്തിൽ. എല്ലാത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി.